ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു PSC എയ്മർ. അപ്പോൾ 8-ാം തീയതി നടന്നിട്ടുള്ള CPO എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവനകൾ വായിക്കാം. സൈനിക സഹായ വ്യവസ്ഥ മുൻ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകിയിരുന്നോ? ഇല്ല അല്ലേ? രാജാക്കന്മാരുടെ അധികാരത്തിനെ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. അത് ശരിയായിട്ടുള്ളതല്ലേ? ഒരു സൈന്യത്തിനെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെ പറ്റുമായിരുന്നോ? ഇല്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുവാദം ഇല്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. അപ്പോൾ അതും തെറ്റാണ്. നെക്സ്റ്റ് വരുന്നത്: സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു സൈന്യം ഉണ്ടാവും. അതുപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ആരുണ്ടാവും? ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 2ഉം 4ഉം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ് സഖ്യശക്തി അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്? ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ ആണ്. അപ്പോൾ അതല്ലാണ്ടുള്ളത് ആരൊക്കെയാണ്? ജപ്പാൻ, ജർമ്മനിയാണ്. 1, 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഉൾപ്പെടുന്നതാണ്. 3ഉം 4ഉം ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ, തമിഴ് സംഘകാല രാജവംശത്തിൽ ഉൾപ്പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തവ വരുന്നത്? 2ഉം 3ഉം, മൂഷക വംശവും അതുപോലെ തന്നെ ആയി രാജവംശവും വരുന്നത് തമിഴ് സംഘകാലഘട്ടത്തിലല്ല. അപ്പോൾ ഓപ്ഷൻ 2ഉം 3ഉം ആണ് ഇവിടെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെ റഷ്യൻ വിപ്ലവത്തിലുള്ളതാണ്. കുമിന്താങ്ങും ഫലാങ്ങും വരുന്നത് എന്തിലാണ്? കുമിന്താങ്ങും ഫലാങ്ങും വരുന്നത് ചൈനീസ് വിപ്ലവത്തിലാണ്. അപ്പോൾ 2ഉം 1ഉം 3ഉം ആണ് ഇവിടെ ആൻസർ വരുന്നത്. 1ഉം 3ഉം ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിലെ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ആദ്യത്തെ 2 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനും ആണല്ലേ? ബുധനും ശുക്രനും. അപ്പോൾ 1ഉം 4ഉം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. 6 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം ഏതാണ്? ശിലാദ്രവങ്ങൾ എവിടെന്നാണ് വരുന്നത്? അസ്തനോസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവനകൾ വായിക്കാം. വൈദ്യുതി ചാർജുള്ള അയോണുകളുടെ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. ആ സാന്നിധ്യം വരുന്നത് ഏത് പാളിയിലാണ്? അയണോസ്ഫിയറിലാണ് അല്ലേ? നെക്സ്റ്റ് പോയിന്റ്: സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ UV രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്ന ഓസോൺ പാളി ഉള്ളത് എവിടെയാണെന്ന്. ഓസോൺ പാളി എവിടെയുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ അതും അല്ല. നെക്സ്റ്റ് വരുന്നത്: ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. അത് ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള നമ്മളെ കീ പ്രകാരം ആൻസർ തന്നിട്ടുള്ളത് 1, 4 എന്നുള്ളതാണ്. അത് മാറ്റാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ ഒക്കെ ഏത് ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്?
കാശ്മീർ ഹിമാലയത്തിലാണ് അല്ലേ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ കാശ്മീർ ഹിമാലയത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക ഒക്കെ കാപ്പിയാണ്. നെക്സ്റ്റ്, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ്? മാൻസിനസ് സി, സിംബലിയസ് എൻ എന്നീ രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ്? മാൻസിനസ് സി, സിംബലിയസ് എൻ എന്നിങ്ങനെയുള്ള രണ്ട് ഗർത്തങ്ങൾക്കിടയിലായിട്ടാണ് ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരെന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ആണ് നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ ആണല്ലേ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ഗ്രാമവികസനം വരുമ്പോൾ ഏത് ധനകാര്യ സ്ഥാപനമാണ്? നബാർഡാണ്. ഗ്രാമവികസനം നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? വില കൂടുമ്പോൾ പണപ്പെരുപ്പം. വില കൂടുന്നതാണ് പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ എന്താണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോല്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോല്. നെക്സ്റ്റ് നോക്കാം. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. 24-25 അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമൻ തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോകസഭയും രാജ്യസഭയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ശരിയാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി. ശരിയാണ്. നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അതങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭേദഗതി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് പറയുന്നത് 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ദിരാഗാന്ധിയും നീലം സഞ്ജീവ് റെഡ്ഡിയും വരുന്നത് 44ാം ഭേദഗതിയാണ്. 42ന്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണോ? അല്ല, രാജ്യസഭയാണ് ഒരു സ്ഥിരം സഭയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് FPTP അനുസരിച്ചാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നത് FPTP അനുസരിച്ചാണോ? അല്ല, ലോക്സഭയിലാണ് അങ്ങനെ ഇലക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാജ്യസഭയിലെ നടപടികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയിൽ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലേ. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് B ആണ്. ABD തെറ്റാണ്. C മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളതുള്ളൂ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടുപിടിക്കുക. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ പാർട്ടിയാണ് സ്വതന്ത്ര ലേബർ പാർട്ടി. സ്വതന്ത്ര ലേബർ പാർട്ടി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തി രാജ് പറഞ്ഞത് എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചേരുംപടി ചേർക്കാനാണ്. അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കണം. നമ്മൾ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിയിൽ നിന്നല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം A2. പിന്നെ ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. B1. A2 B1 വരുന്ന പ്രസ്താവന ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ വരുന്നത്. A2 B1 ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. ഉപരാഷ്ട്രപതിയുടെ ചുമതല അമേരിക്കയിൽ നിന്നും അവശിഷ്ടാധികാരങ്ങൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഗവൺമെന്റിനെ കുറിച്ചല്ലേ, സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ.
നെക്സ്റ്റ് നോക്കാം. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണ് എന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമാണ് ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഭയത്തിൽ നിന്നുള്ള മോചനം ആരുടേതാണ്? ആങ് സാങ് സൂക്കിയുടേതാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം വരുന്നത് ആങ് സാങ് സൂക്കിയുടേതാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടേതാണ്. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ, 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി ഇസയ ബെർലിൻ്റെതാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള കൃതി ആരുടേതാണ്? JS മില്ലിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ, സ്വാതന്ത്ര്യത്തിലേക്ക് JS മില്ല്. ഈ ശക്തിവന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 സെപ്റ്റംബർ 20-നാണ്. നാരിശക്തിവന്ദൻ അധിനിയം 2023 സെപ്റ്റംബർ 20-ന്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ട് പദ്ധതിയാണ്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിനായിട്ട് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട് പദ്ധതി. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. കറുത്ത പട്ടേരി VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കാനാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. A2 ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. B1 വരുന്നത് ഓപ്ഷൻ D ആണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവകം B12, B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥയുടെ നാമം എന്താണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. B12 B9 ആവുമ്പോൾ അതിൻ്റെ അഭാവം മൂലം വളരെ വലിപ്പം കൂടിയ ചുവന്ന രക്താണുക്കൾ രൂപം കൊള്ളുന്ന അവസ്ഥയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. നെക്സ്റ്റ് നോക്കാം. മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എവിടെയാണ് മലേറിയ ബാധിക്കുന്നത്? എവിടെയാണ്? കരളിനെ ബാധിക്കുന്ന അസുഖമാണ് മലേറിയ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, CFC, നൈട്രസ് ഓക്സൈഡ്. നെക്സ്റ്റ് നോക്കാം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നുള്ളതാണ് IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് നോക്കാം. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ S. ഫൈസി ആണ്. ഡോക്ടർ S. ഫൈസി പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ S. ഫൈസി. നെക്സ്റ്റ് നോക്കാം. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. നെക്സ്റ്റ് നോക്കാം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? ഉപയോഗിക്കപ്പെട്ട പവർ എന്ന് പറയുന്നത് 500 വാട്ടാണ്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്താണ്? ജിയുടെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവാവാൻ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതിയാണ് അല്ലേ? ഭൂമിയുടെ ആകൃതി, ജിയോയുടെ ആകൃതി ആയതുകൊണ്ടാണ് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാകുന്നത്. ഭൗമോപരിതലത്തിലേക്കുള്ള ദൂരം കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ജിയുടെ വാല്യൂ കുറയുന്നത്.
ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് കാലാവസ്ഥാ ഉപഗ്രഹമാണ്. ഇൻസാറ്റ് 3DS എന്താണ്? കാലാവസ്ഥാ ഉപഗ്രഹമാണ്. ആറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് വരുന്നത്? 31 പറയുമ്പോൾ 4ാമത്തെ പീരിയഡ്, ഗ്രൂപ്പ് 13. ആറ്റോമിക് നമ്പർ 31 മൂലകം വരുന്നത് 4ാമത്തെ പീരിയഡിലും 13ാമത്തെ ഗ്രൂപ്പിലുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം ആണല്ലേ, ലിഥിയം ലോഹമാണ്. കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സിൻ്റെതാണ്. കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന് പറയുന്നത് ഒളിമ്പിക്സിൻ്റെതാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. 2024 ഓസ്കാർ നേടിയത് ഓപ്പൺഹൈമറിനാണ്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. സകേതം, ലങ്കാലക്ഷ്മി, ഇത് രണ്ടും CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ് കണ്യാർകളി. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കണ്യാർകളിയാണ്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണ്. അപ്പോൾ ഓപ്ഷൻ സി 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. മലമക്കളി, ദേശക്കളിയൊക്കെ കണ്യാർകളിയുടെ വിവിധ രൂപങ്ങളാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? ആർക്കൊക്കെയാണ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്? ശരൺകുമാർ ലിംബാലേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രഭാവർമ്മയ്ക്കുമാണ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ശരൺകുമാർ ലിംബാലെ, പ്രഭാവർമ്മയ്ക്ക് 2023 ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി 2, 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്രയാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ എ, മാത്സിൻ്റെയും ഓപ്ഷൻ മാത്രം വായിച്ചു പോയാൽ മതിയല്ലോ. നെക്സ്റ്റ് 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. 54ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 54 ഓപ്ഷൻ ബി. 55 വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 7%. 56 ഓപ്ഷൻ ബി ആണ്, 45 km/h. 57 ഓപ്ഷൻ എ ആണ്, 50 മീറ്റർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. 58 ഓപ്ഷൻ സി, 115 ഡിഗ്രി. 59 ഓപ്ഷൻ സി, 100. 60 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, 15 ദിവസം. 61 ഇംഗ്ലീഷ് ആണ്. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. അപ്പോൾ അവർ ആ മീറ്റിംഗ് പകുതി കഴിഞ്ഞപ്പോഴും അവർ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അണ്ടിൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് സ്കൂൾമേറ്റ്സ്. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കീപ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. എന്തോ കോഫി ഉണ്ടായിരുന്നില്ല, അപ്പം നമ്മൾ ടീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? റൺ ഔട്ട് ആണ്, റൺ ഔട്ട്. നെക്സ്റ്റ് ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അപ്പോൾ വുഡ് ആണ് വരിക, വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് പ്ലസ് ING ഫോം. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഹീ ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. ഹീ ഈസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ്. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അരുൺ. യെസ്റ്റർഡേ ആണ്, അപ്പോൾ എന്ത് വരും? വെൻറ്റ് വരും അല്ലേ. യെസ്റ്റർഡേ ആകുമ്പോൾ വെൻറ്റ് വരും. നെക്സ്റ്റ് മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. മൈ ബർത്ത്ഡേ ഈസ് ഓൺ October 28.
നെക്സ്റ്റ് നോക്കാം, ദ മീനിങ് ഓഫ് ദ വേർഡ് ഗാറുലസ്. ഗാറുലസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ടോക്കേറ്റീവ് എന്നാണ് അർത്ഥം. ഗാറുലസ് എന്ന് പറയുമ്പോൾ ടോക്കേറ്റീവ് ആണ്. നെക്സ്റ്റ്, നെയ്തർ ഓഫ് അസ് ഡാഷ് സ്വീറ്റ്സ്. അപ്പം നെയ്തർ ഓഫ് അസ് എന്ത് വരും? നെയ്തർ ഓഫ് അസ് വരുമ്പോൾ ലേക്സ് വരും. ലേക്സ് സ്വീറ്റ്സ്. നെക്സ്റ്റ് വരാം, കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ്. എന്തിൻ്റെ കുട്ടിയാണ് കോൾട്ട് എന്ന് പറയുന്നത്? ഹോഴ്സിൻ്റെ കുട്ടിയല്ലേ കോൾട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിപരീതം വിയോഗം. വിയോഗത്തിന്റെ വിപരീതം എന്താണ്? സംയോഗം. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. വിഹകം. വിഹകം എന്ന് വെച്ചാൽ എന്താണ്? പക്ഷിയാണ്. വിഹകം പക്ഷി. നെക്സ്റ്റ് നോക്കാം, ചേർത്തെഴുതുക. ദു പ്ലസ് ജനം എന്താണ്? ദുർജനമാണ്. ദുർജനം. ദു പ്ലസ് ജനം ദുർജനം. നെക്സ്റ്റ് നോക്കാം, ശരിയായ ജോഡി ഏത്? ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി? മഞ്ഞ്, നീഹാരം, തുഷാരം. മഞ്ഞിന്റെ പകരപദങ്ങളാണ് നീഹാരം, തുഷാരം. നെക്സ്റ്റ്, എതിർലിംഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൃത്യ. ഭൃത്യയുടെ എതിർലിംഗം എന്താണ്? ഭൃത്യയുടെ എതിർലിംഗമാണ് ഭൃത്യൻ. ഭൃത്യ, ഭൃത്യൻ. നെക്സ്റ്റ് നോക്കാം, ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എന്താണ്? ദിക്കുകളെ ജയിക്കലാണ് ദിഗ്വിജയം അല്ലെ. നെക്സ്റ്റ്, അവൻ. അവൻ എങ്ങനെ പിരിച്ചെഴുതാം? ആ പ്ലസ് അന്നാണ് അവൻ എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ശരിയായ പദം ഏതാണ്? ആഖ്യാനം എന്ന് ശരിയായിട്ട് എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ആണ് ആഖ്യാനം. നെക്സ്റ്റ് നോക്കാം, കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? നാട് ഓടുമ്പോൾ നടുവേ ഓടണം അല്ലെ. കാലദേശങ്ങൾക്ക് അനുസരിച്ച് എന്ന് പറയുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് നോക്കാം, എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറയുമ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് 20 ക്വസ്റ്റ്യൻസ് എന്താണ്? അവരുടെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഏത് പ്രായത്തിന് താഴെ വരുന്നവർക്കാണ്? ശൈശവത്തിലുള്ളവർക്കാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം, താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണം അല്ലാത്തത് ഏത്? മാരകമായ മുറിവിന്റെ ഉദാഹരണം അല്ലാത്തത് 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി പ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. 1 and 2 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, സെഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് സെഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്നവയിൽ എന്തു കുറ്റമാണ് എ ചെയ്തിട്ടുള്ളത്? എന്തു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യത്തിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ പാടുള്ളതല്ല. നോൺ കൊഗ്നൈസബിൾ ആകുമ്പോൾ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാണ്ട് കുറ്റം അന്വേഷിക്കാനോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴാണ്? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ. എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. FIR ഫയൽ ചെയ്യുവാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. FIR ഫയൽ ചെയ്യാനുള്ള സാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചു എന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1, 3 ശരിയാണ്, 2 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥയിൽ ഏതാണ് അത്യന്താപേക്ഷിതം? ഓപ്ഷൻ ഡി 1 and 4 ആണ് ആൻസർ വരുന്നത്. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ എന്തെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്?
സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായം ജഡ്ജിക്ക് നൽകുന്നതിനാണ്. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിനാണ്. നെക്സ്റ്റ് 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശത്തിൽ പെടാത്തത് ഏത്? പൊതുജനങ്ങളുടെ അവകാശത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകാൻ പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? ഏത് വിഭാഗത്തിനെയാണ് വിലക്കിയിട്ടുള്ളത്? അഴിമതി, സാൻമാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തവരെ വിലക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഏത് പ്രകാരമാണ്? സെക്ഷൻ 331A പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഏത് ടൈപ്പ് കുറ്റങ്ങളാണ്? കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റങ്ങളാണ്. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ഏത് ശിക്ഷയാണ്? പിഴയോടുകൂടി 5 വർഷം വരെ തടവാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗികാതിക്രമണം അല്ലാത്തത് ഏത്? ഗൗരവതരമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമം എന്നുള്ളത് ഗൗരവതരമല്ലാത്ത ലൈംഗികാതിക്രമമാണ്. നെക്സ്റ്റ് നോക്കാം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുകയോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് നോക്കാം. 2000 വിവരസാങ്കേതിക വിദ്യ നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയമാണ്. നെക്സ്റ്റ് നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. എത്ര ദിവസത്തിനകം നോട്ടീസ് കൊടുക്കണം? 5 ദിവസത്തിൻ്റെ അകത്ത് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്